രാംചരണ് തേജയും കാജല് അഗർവാളും മുഖ്യ കഥാപാത്രങ്ങളായ മഗധീര എന്ന ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? അതില് നായിക കഥാപാത്രത്തെ സ്പർശിക്കുമ്പോൾ നായകന് ഷോക്ക് അടിക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട്. കൈ തൊടുമ്പോൾ വരുന്ന ഷോക്ക് അവരു തമ്മിൽ കഴിഞ്ഞ ജന്മത്തിലുണ്ടായിരുന്ന ബന്ധത്തിന്റെ കഥയിലെത്തിക്കും. നിങ്ങൾക്കും പലപ്പോഴും അത്തരത്തിൽ ഒരാൾക്ക് കൈ കൊടുക്കുമ്പോഴോ വാതിൽപ്പിടിയിൽ തൊടുമ്പോഴോ ഒക്കെ ചെറിയ ഷോക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? എന്നാൽ സിനിമ പോലെ അവയൊന്നും നമ്മളെ കഴിഞ്ഞ ജന്മത്തിലെ കഥയിൽ എത്തിക്കില്ല. എങ്കിൽ പിന്നെ ഇതിന്റെ കാരണം എന്താണെന്നറിയാമോ? സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നാണ് ഈ പ്രതിഭാസത്തിന്റെ പേര്. ഇത് വളരെ സാധാരണമായി മിക്കവർക്കും അനുഭവപ്പെടാനിടയുള്ള ഒന്നാണ്. ഒരു വസ്തുവിന്റെയോ നിങ്ങളുടെ ശരീരത്തിന്റെയോ ഉപരിതലത്തിലുള്ള വൈദ്യുത ചാർജുകളുടെ ശേഖരണമാണ് സ്റ്റാറ്റിക് വൈദ്യുതി. സാധാരണയായി രണ്ട് വ്യത്യസ്ത വസ്തുക്കൾ പരസ്പരം ഉരസുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഉദാഹരണത്തിന്, സോക്സ് ധരിച്ച് കാർപെറ്റിലൂടെ നടക്കുമ്പോൾ നിങ്ങളുടെ ശരീരം പരവതാനിയിൽ നിന്ന് അധിക ഇലക്ട്രോണുകൾ നേടുകയും ഈ ചെറിയ കണികകൾ വൈദ്യുതി സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഒരു വസ്തുവിന്റെ ഉപരിതലത്തിൽ ഒരു വൈദ്യുത ചാർജ് അടിഞ്ഞുകൂടുന്നതിനെയാണ് സ്റ്റാറ്റിക് വൈദ്യുതി അഥവാ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് വിളിക്കുന്നത്. ഈ ചാർജ് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആകാം. ഒരു വസ്തുവിന്റെ ആറ്റങ്ങൾ ഇലക്ട്രോണുകൾ നേടുമ്പോഴോ നഷ്ടപ്പെടുമ്പോഴോ ഇത് സംഭവിക്കുന്നു. നിങ്ങൾ മറ്റൊരാളെയോ ലോഹവസ്തുവിനെയോ സ്പർശിക്കുമ്പോൾ അധിക ചാർജ് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് അവരിലേക്ക് വേഗത്തിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഈ ദ്രുത കൈമാറ്റം നിങ്ങൾക്ക് ഒരു ചെറിയ വൈദ്യുതാഘാതം അനുഭവപ്പെടാൻ കാരണമാകുന്നു. തണുപ്പുകാലത്താണ് ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കൂടുതലായും അനുഭവപ്പെടാറുള്ളത്. വേനൽക്കാലത്തെ അപേക്ഷിച്ച് ശൈത്യകാലത്തെ വായു വരണ്ടതായിരിക്കും എന്നതാണ് ഇതിനു കാരണം. ഈർപ്പമുള്ള വായു ശരീരത്തിൽ നിന്ന് ഇലക്ട്രിക് ചാർജുകൾ നീക്കാൻ സഹായിക്കുന്നു. വരണ്ട വായു പക്ഷേ ശരീരത്തിൽ ഇലക്ട്രോണുകൾ അടിഞ്ഞുകൂടുന്നത് എളുപ്പമാക്കുന്നു. വേനൽക്കാലത്ത് ഈർപ്പം ഈ നെഗറ്റീവ് ഇലക്ട്രോണുകളെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. അതുകൊണ്ടുതന്നെ കൂടുതൽ സ്റ്റാറ്റിക് ചാർജ് അനുഭവപ്പെടില്ല. ഇത്തരം ചെറിയ ഷോക്കുകൾ ആരോഗ്യത്തിന് ഒട്ടും ഹാനികരമല്ല. അവ അസ്വസ്ഥതയുണ്ടാക്കുന്നതോ അമ്പരപ്പിക്കുന്നതോ ആകാം, പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകൾക്കും അവ തികച്ചും സുരക്ഷിതമാണ്. ഒരു സ്റ്റാറ്റിക് ഷോക്കിലെ ഊർജ്ജം വളരെ കുറവാണ്. കത്തുന്ന വസ്തുക്കളോ സെൻസിറ്റീവ് ഇലക്ട്രോണിക്സോ ഉള്ളയിടങ്ങളിൽ സ്റ്റാറ്റിക് വൈദ്യുതി അപകടകരമായേക്കാം. അതുകൊണ്ടാണ് ഗ്യാസ് സ്റ്റേഷനുകളിലും ചിപ്പ് ഫാക്ടറികളിലുമെല്ലാം ഇത് തടയാൻ പ്രത്യേക സുരക്ഷയൊരുക്കുന്നത്. സ്റ്റാറ്റിക് ഷോക്കുകൾ നിങ്ങൾക്ക് അരോചകമായി തോന്നുന്നുവെങ്കിൽ അവ കുറയ്ക്കാനുള്ള ചില എളുപ്പവഴികൾ ഇതാ. ചർമ്മത്തിന് ഈർപ്പം നൽകുക. വരണ്ട ചർമ്മത്തിന് കൂടുതൽ സ്റ്റാറ്റിക് ചാർജ് ഉണ്ട്. ഇടയ്ക്കിടെ ലോഷൻ ഉപയോഗിക്കുക. ഒരു ഹ്യൂമിഡിഫയർ ഉപയോഗിക്കുക. വായുവിലെ ഈർപ്പം സ്റ്റാറ്റിക് വൈദ്യുതി പുറന്തള്ളുന്നു. സിന്തറ്റിക് വസ്ത്രങ്ങൾ ഒഴിവാക്കുക. കമ്പിളി, പോളിസ്റ്റർ എന്നിവയ്ക്ക് പകരം കോട്ടൺ പോലുള്ള പ്രകൃതിദത്ത തുണിത്തരങ്ങൾ ധരിക്കുക. എ ചന്ദ്രക്കല നാപ്പ സ്വരചിഹ്നം ആദ ന സ്വരചിഹ്നം ആയ സ്വരചിഹ്നം ഈ നടക്കുക. തറയോ പുല്ലോ പോലുള്ള പ്രകൃതിദത്ത പ്രതലങ്ങളിൽ നഗ്നപാതനായി നടക്കുന്നത് സ്റ്റാറ്റിക് വൈദ്യുതി പുറന്തള്ളാൻ സഹായിക്കും. ഹ്യൂമിഡിഫയറുകൾ ഉപയോഗിക്കുക. ഒരു ഹ്യൂമിഡിഫയർ ഉപയോഗിച്ച് പരിസ്ഥിതിയിൽ ഉചിതമായ അളവിൽ ഈർപ്പം നിലനിർത്തുന്നത് സ്റ്റാറ്റിക് വൈദ്യുതിയുടെ ശേഖരണം കുറയ്ക്കും.